മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട പോത്തിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. നെടുമങ്ങാട് പത്താംകല്ലിലാണ് പോത്ത് ഒഴുക്കിൽപ്പെട്ടത്. കരയിൽ കെട്ടിയിരുന്ന പോത്ത് കിളിയാറിലെ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. പോത്തിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കുത്തൊഴുക്കിനെ തുടർന്നാണ് പോത്ത് ഒഴുകിപ്പോയത്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, ഫയർഫോഴ്സ് എല്ലായിടത്തും രക്ഷകരായി മാറുകയാണ്. ആ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. പ്രദേശത്ത് വലിയ ഒഴുക്കൊക്കെയാണോ? മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യം? പക്ഷേ നാടെങ്ങും പെരുമഴയാണ്, മഴക്കെടുതികളാണ്. അതിനിടയിൽ ഇത്തരം രക്ഷാകരം ഒഴുക്കുന്ന ദൃശ്യങ്ങൾ കൂടി വരികയാണ്. ഇത് നെടുമങ്ങാട് പത്താങ്കലിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇത് കിളിയാറിൻ്റെ തീരത്ത് ഉള്ള പുരയിടത്തിൽ പോത്തിനെ കെട്ടിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കിള്ളിയാറ്റിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ആ മലവെള്ളപ്പാച്ചിലിൽ ഈ പോത്ത് അകപ്പെട്ടു പോയി. ഇതിൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയത് കാരണം ഈ ഒഴുക്കിൽപ്പെട്ട് ഈ കയർ മുറുകുകയൊക്കെ ചെയ്തു. ഉടൻ തന്നെ ഈ പോത്തിൻ്റെ ഉടമസ്ഥരും നാട്ടുകാരും ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. നെടുമങ്ങാട് നിന്ന് ഫയർഫോഴ്സ് എത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീരൂപിൻ്റെ നേതൃത്വത്തിലാണ് ആ വെള്ളത്തിലിറങ്ങി അതിസാഹസികമായി ആ പോത്തിനെ രക്ഷപ്പെടുത്തിയത്. നമുക്ക് കാണാം, ആ കിളിയാറ് കുത്തിയൊലിച്ച് സമീപത്തെ പുരയിടത്തിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്. മലവെള്ളപ്പാച്ചിലാണ്. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലുമൊക്കെ തുടരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. അതിനിടയിലാണ് ഈ പോത്ത് ഒഴുക്കിലകപ്പെടുകയും അതിനെ അതിസാഹസികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തത്. ജില്ലയിലാകെ ഇപ്പോൾ ഏതാണ്ട് വലിയ കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 11 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ്. ഏതാണ്ട് 16 ഹെക്ടറോളം സ്ഥലത്ത് വിവിധ സ്ഥലങ്ങളിലെ കൃഷി നശിച്ചത്. 4 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ നദീതീരത്തും താഴ്ന്ന സ്ഥലത്തുമൊക്കെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. അക്ഷയ.